അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അനിയത്തിയുടെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. പിറകെ മരുന്ന് പൊതിയുമായി അമ്മയും. അണ്ണൻ കാറിലിരുന്ന് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നറിയാത്ത മട്ടിൽ ഞാൻ അവളെയും കൊണ്ടും വീട്ടിലേക്ക് കയറി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പോയി കിടന്നു. എന്തായിരിക്കും ആ അണ്ണന് അമ്മയോട് ഇത്ര ആഗ്രഹം? അയാൾക്ക് എന്തിനും കൊള്ളാവുന്ന ഒരു ഭാര്യ ഉണ്ടല്ലോ. എന്നിട്ടും അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ കട്ടിലിൽ കിടന്ന് ആലോചിച്ച് കൂട്ടി. പിന്നെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? കുറേ ആയില്ലേ ആ വണ്ടി ഓടിക്കുന്നു. ചിലപ്പോൾ മടുത്ത് കാണും. അങ്ങനെ പലതും ആലോചിച്ച് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഞാൻ കണ്ടത് അമ്മ മുറ്റത്തിരുന്ന് കീറൊരു മാക്സി തുന്നുന്നതാണ്. സാധാരണ ഇങ്ങനെ വല്ലതും തുന്നുകയാണെങ്കിൽ റൂമിലോ ഹോളിലിരുന്നോ ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ അണ്ണൻ്റെ ബൈക്ക് പുറത്ത് നിൽക്കുന്നു. അണ്ണൻ കടയിൽ പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മ അയാൾ വരുന്നത് നോക്കി ഇരിക്കുകയാണെന്നും മനസ്സിലായി. അമ്മ എന്താ എവിടെ നിന്ന് തയ്ക്കുന്നത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അത് പിന്നെ അകത്ത് നല്ല ചൂടാടാ, അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതിന് ഫാൻ ഇട്ടാൽ പോരെ, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലിരുന്നാൽ പോരെ? ആ അത് പിന്നെ ചെറിയൊരു തലവേദന, അതാ ഞാൻ. അമ്മ പതറിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോയി വലുതും കഴിക്കാന്താ, എനിക്ക് ജോലിക്ക് പോകണ്ടേ? അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടടാ, പോയെടുത്ത് കഴിച്ചോ. കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് അടച്ചു വെച്ചേക്ക്. അല്ല, മീരൊക്കെ എങ്ങനെയുണ്ട്? അവള് വല്ലതും കഴിച്ചോ? ഞാൻ ചോദിച്ചു. അറിയില്ലടാ, ബാത്റൂമിൽ പോകുന്നത് കണ്ടായിരുന്നു. നീ ഒന്ന് നോക്ക്. അവൾ കിടക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറ. ഇതെല്ലാം പറയുമ്പോഴും അമ്മയുടെ കണ്ണ് സിറ്റ് ഔട്ടിലേക്കായിരുന്നു. അണ്ണൻ എന്ത് മന്ത്രവാദം ചെയ്തിട്ടാണെന്നാവോ അമ്മ ഇത്രയും പെട്ടെന്ന് വീണത്? അതും മനസ്സിൽ പറഞ്ഞ് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി. ഞാൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് ചെന്നു. ഫോണിൽ ആരോ വീഡിയോ കോൾ ചെയ്ത് കരയുകയാണ് അവൾ. എന്താടി, എന്താ പ്രശ്നം? ഞാൻ അവളോട് ചോദിച്ചു. പെട്ടെന്ന് എന്നെ കണ്ട അവൾ ആകെ ഞെട്ടി. വീഡിയോ കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ഏയ് ഒന്നുമില്ല, അവൾ പറഞ്ഞു. ഒന്നുമില്ലെന്നോ? പിന്നെ നീ എന്തിനാ കരഞ്ഞത്? അത് പിന്നെ ഏട്ടാ, പനിയായതുകൊണ്ട് ഭയങ്കര തലവേദന, അതുകൊണ്ടാ. അതുകൊണ്ടാണോ മോള് വീഡിയോ കോളും ചെയ്ത് കരയുന്നത്? മര്യാദക്ക് പറഞ്ഞോ, ആരാ ആ വീഡിയോ കോളിൽ? അതാരുമില്ല ഏട്ടാ, എൻ്റെ ഒരു കൂട്ടുകാരിയാ. ഏട്ടൻ പൊക്കോ, ഞാനൊന്ന് ഉറങ്ങട്ടെ. നിന്നെ ഉറക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അമ്മയോട് പറയും. അയ്യോ ഏട്ടാ വേണ്ട, ഞാൻ പറയാം. എന്നാ പറ, ആരാവൻ? എന്തിനാ നീ കരഞ്ഞത്? അത് പിന്നെ ഏട്ടൻ അമ്മയോട് പറയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്നാ ഞാൻ പറയാം. ശരി, ഞാനൊന്നും പറയുന്നില്ല, നീ കാര്യം പറ. ഏട്ടാ, അത് ഞാൻ സംസാരിച്ചത് എൻ്റെ ലവറായിട്ടാണ്. ലവറോ? അതൊക്കെ എപ്പോൾ? ഇതിനിടയിൽ ഇങ്ങനൊരു ലൈൻ നീ വലിക്കുന്നുണ്ടായിരുന്നോ? എവിടെ ഉള്ളവനവൻ? എനിക്കൊന്ന് അറിയണമല്ലോ അവനെപ്പറ്റി. അതേട്ടാ, എൻ്റെ കൂടെ പഠിക്കുന്നവനാ. ഓ, കൂടെ പഠിക്കുന്നവനാണോ? ആട്ടെ, അപ്പോൾ നീ എന്തിനാ കിടന്ന് മോങ്ങിക്കൊണ്ടിരുന്നത്? അയ്യോ അതൊന്നുമില്ല, അത് ഞാൻ ചുമ്മാ വെറുതെ. വെറുതെയോ? ചുമ്മാ നുണ പറയല്ലേ, സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ അമ്മയോട് പറയില്ലെന്ന് സത്യമിടണം. എന്നാ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും പറയില്ലെന്ന്. എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ, നീ പറയുന്നുണ്ടെങ്കിൽ പറ. അത് പിന്നെ ഏട്ടാ, ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ ഇല്ലേ, അന്ന് ഞങ്ങളൊന്ന് കൂടിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇന്നലെ മുതൽ നല്ല വയറുവേദനയും ഛർദിലും. എനിക്കാകെ പേടി തോന്നുന്നു. അവളത് പറഞ്ഞതും അത് കേട്ട് എൻ്റെ തല കറങ്ങാൻ തുടങ്ങി. വായിലെ വെള്ളം പറ്റി. ഞാനാകെ നിന്ന് വിയർത്തു. എന്താണ് നീ പറയുന്നത്? നിനക്കൊന്നും ഒരു ബോധമില്ലേ? കൊടുത്തിട്ട് വന്നേക്കുന്നു മനുഷ്യനെ നാണം കെടുത്താൻ.
ഇല്ല ചേട്ടാ, ആരും അറിയുന്നില്ല. അവനും ആരോടും പറയില്ല. ചേട്ടനത് അമ്മയോട് പറയരുത് പ്ലീസ്. എടി, നീ എന്ത് തേങ്ങയായി പറയുന്നത്? കുട്ടി വല്ലതും ഉണ്ടായ എന്ത് ചെയ്യും? അമ്മയും മോളും കൊള്ളാം. ഒരാൾ അവിടെ പുറത്തിരുന്ന് ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നു, നീ ഇവിടെ വയറും നീർച്ച് വന്നേക്കുന്നു. ഓഫ്, എനിക്കൊന്നും വയ്യ. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എങ്ങോട്ടെങ്കിലും പോവാ. ചേട്ടാ പ്ലീസ് ദേഷ്യപ്പെടല്ലേ, എനിക്ക് പേടിയാവുന്നു. അല്ല, ഇതെന്ന് തുടങ്ങിയ പരിപാടിയാ? നിനക്ക് ഇത് തന്നെയായിരുന്നോ പരിപാടി? ഇല്ല ചേട്ടാ, ഞങ്ങളാകെ ഒരു തവണയേ നോക്കിയിട്ടുള്ളൂ, അതിപ്പോൾ ഇങ്ങനെയുമായി. അതിന് നീ എന്തിനാ കരഞ്ഞ് അവൻ്റെ കാല് പിടിച്ചത്? അവൻ ഇപ്പോൾ എന്താ പറയുന്നേ? അത് പിന്നെ ഏട്ടാ. എന്താടി, ഇങ്ങോട്ട് പറ. അത് അവൻ പറയാ, വല്ലതും ഉണ്ടെങ്കിൽ അതവൻ്റെ അല്ലെന്ന്. ഏ, അവൻ്റെ അല്ലെന്നോ? അവൻ്റെ അല്ലാതെ പിന്നെ ആരുടെയാ? എങ്ങനെയുണ്ടിപ്പോൾ? അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അവൻ തേച്ചില്ലേ? ഇതാണ് പറയുന്നത്, മുതിർന്നവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണമെന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അതല്ല ഏട്ടാ, ഞാനും എൻ്റെ ബെസ്റ്റിയും ഒരാഴ്ച മുമ്പ് ഒന്ന് കറങ്ങാൻ പോയിരുന്നു. അവൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒപ്പിച്ചതാണിതെന്ന്. ഏ എടി, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഇത് തന്നെയാണ് പണി? സത്യം പറ, നീ എത്ര പേരുടെ കൂടെ കറങ്ങി നടന്നിട്ടുണ്ട്? ചേട്ടാ, അത് പിന്നെ ഞാൻ അവൻ വിളിച്ചപ്പോൾ ഒന്ന് പോയതാ. അല്ല, നീ ആര് വിളിച്ചാലും പോകുമോ? ഇല്ല ചേട്ടാ, അത് പിന്നെ അവൻ്റെ പെണ്ണ് അവനെ തേച്ചു. ആ സങ്കടം മാറ്റാൻ അവനെന്നെ കറങ്ങാൻ വിളിച്ചു, അപ്പോൾ ഒന്ന് പോയതാ. എന്നിട്ടിപ്പോൾ നല്ലോണം കറങ്ങിയില്ലേ? ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? ചേട്ടാ പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്, എനിക്ക് ആകെ പേടിയാകുന്നു. നിനക്കെല്ലാത്തിനും നിന്നു കൊടുക്കുമ്പോൾ ഈ പേടിയില്ലായിരുന്നോടി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ചേട്ടാ പ്ലീസ്, ചേട്ടന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ചേട്ടൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുമോ പ്ലീസ്? എന്ത് സഹായം? ഞാൻ അവളോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടൻ ആരെങ്കിലുമായി വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം. ഓ അങ്ങനെ. തൽക്കാലം എനിക്കിപ്പോൾ നിൻ്റെ സഹായമൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം. അല്ല, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? അത് പിന്നെ ചേട്ടാ, എനിക്കൊരു കാർഡ് മേടിച്ചിട്ട് വരുമോ? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാ, എനിക്ക് പേടിയാവുന്നു. അവളത് പറഞ്ഞ് തീരും മുമ്പേ അമ്മ റൂമിലേക്ക് വന്നു. എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന? ഡാ, നിനക്ക് ജോലിക്ക് പോകാൻ നേരമായില്ലേ? ആ സമയമായി, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നാ വലതും കഴിച്ചിട്ട് പോടാ, സമയം കളയണ്ട. അങ്ങനെ ഞാൻ അനിയത്തിയുടെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. നോക്കുമ്പോൾ അണ്ണൻ്റെ ബൈക്ക് അവിടെ കാണുന്നില്ല. അണ്ണൻ പോയി കാണും, അതാ തള്ള അകത്തേക്ക് കയറിയത്. തള്ളയും മോളും കൊള്ളാം, കണ്ടവന്മാർക്ക് കൊടുത്തിട്ട് നടക്കുക. എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ജോലിക്ക് പോകാൻ ഇറങ്ങി. വീടിൻ്റെ പടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ദാ വരുന്നു ഗോപാലേട്ടൻ. മോനെ, അമ്മയില്ലേ ഇവിടെ? ഗോപാലേട്ടൻ ചോദിച്ചു. ആ, അകത്തുണ്ട്, വിളിക്കണോ? ആ, ഒന്ന് വിളിച്ചേ. ഞാൻ അമ്മയെ വിളിച്ചു. എൻ്റെ വിളി കേട്ട് അമ്മ സിറ്റ് ഔട്ടിലേക്ക് വന്നു. പുറത്ത് നിൽക്കുന്ന ഗോപാലേട്ടനെ കണ്ട് അമ്മ എന്നോട് ചോദിച്ചു, എന്താ നീ പോകുന്നില്ലേ? സമയം 9 ആയല്ലോ. ആ, ഞാൻ പോവാ എന്നും പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. കൊള്ളാം, അമ്മയും മകളും ഞാൻ അറിയാതെ കാര്യങ്ങളെല്ലാം വെടിപ്പിൽ നടത്തുന്നുണ്ട്. ഞാനൊരു പോങ്ങൻ, ഒരു ചെറിയ വെടി പോലും ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ആകെയുള്ളത് രാത്രിയുള്ള പരിപാടിയാണ്. അങ്ങനെ മനസ്സിൽ ഓരോന്നും സംസാരിച്ചുകൊണ്ട് ഞാൻ കടയിലെത്തി. പിന്നീടുള്ള കുറച്ച് മണിക്കൂറുകൾ ഞാൻ പലതും ചിന്തിച്ചു കൂട്ടി. ഇവരിതൊക്കെ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം എനിക്ക് തന്നൂടെ? ഇനി ഞാനായിട്ട് ചോദിക്കാനായിട്ടാണോ? പല സ്ഥലങ്ങളിലും കേൾക്കുന്നത് പോലെ എനിക്കും എന്നാണാവോ ഇങ്ങനൊരു അവസരം. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് കുറച്ച് ചെറുക്കന്മാരുടെ കൂടെ 2 പെൺകുട്ടികളും കൂടി കടയിലേക്ക് വന്നു. ആ പെൺകുട്ടികൾ ഷാർജ ഷേക്ക് ഓർഡർ ചെയ്ത് ചെറുക്കന്മാർ ലൈമും ഓർഡർ ചെയ്തു. ഞാൻ നോക്കുമ്പോൾ 5 ചെറുക്കന്മാരുണ്ട്, പെൺകുട്ടികളാണെങ്കിൽ 2 എണ്ണവും. ഇതിൽ ആരാരുടെയാണെന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു എനിക്ക്. ആ 5 ചെറുക്കന്മാരും ആ 2 എണ്ണത്തിനെയും പറ്റാവുന്ന പോലെയൊക്കെ മുതലാക്കുന്നുണ്ടായിരുന്നു.
എനിക്കാണെങ്കിൽ അധികം നോക്കാനും പേടി. വല്ല പ്രശ്നവുമാകുമോ? അവർ ചെയ്തതും പറഞ്ഞതും ഒന്നും ഉണ്ടാകില്ല, ഞാൻ നോക്കുന്നതായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് നോക്കാൻ നിന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ പോയി. അപ്പോഴാണ് എനിക്ക് അനിയത്തിയുടെ കോൾ വന്നത്. ഹലോ ചേട്ടാ, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ? ഇല്ലടി, വാങ്ങിയിട്ടില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാം. ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. ചേട്ടൻ പെട്ടെന്നൊന്ന് വാങ്ങി ഉച്ചയ്ക്ക് വരാൻ പറ്റുമോ? ഓ, ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു. ഇപ്പം കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. എനിക്കൊന്നും ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ചേട്ടാ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എനിക്ക് ആകെ പേടിയാവുന്നു, എന്തൊക്കെ പോലെ തോന്നുന്നു, അതുകൊണ്ടാണ്. അതിന് നീ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തു തരാനാ? ചുമ്മാ ഞാനത് ചോദിച്ചു. അത് ചേട്ടൻ അന്ന് അമ്മയുടെയും ആ ചേച്ചിയുടെയും നോക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിന് അതിന് നീ ഇപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ വേണമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ സെറ്റാക്കി തരാം. സെറ്റാക്കി തരാമെന്നോ? ആരെ സെറ്റാക്കി തരാമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. അത് ചേട്ടൻ ആരെയാ വേണ്ടത്? ആദ്യം അത് പറ. ഒന്ന് പോടി, ഓരോന്ന് ചോദിക്കാതെ. ചേട്ടൻ പേടിക്കണ്ട, എനിക്ക് എല്ലാം അറിയാം. നിനക്ക് എന്തറിയാന്നാ നീ പറഞ്ഞു വരുന്നത്? അത് പിന്നെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വാങ്ങിച്ചോളാം കാർഡ്. ചേട്ടൻ ആരോടും പറയാതിരുന്നാൽ മതി. അയ്യടി, ഞാൻ പറയും. നിനക്കൊക്കെ എല്ലാം ആകാം. ഞാനിവിടെ തൂക്കിയിട്ട് നടക്കണം. ഇനി എന്തായാലും അത് പറ്റില്ല. എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്, അതും വാങ്ങി വീട്ടിലേക്ക് വാ. ബാക്കി ഞാൻ അപ്പോൾ പറയാം. ശരി, ഞാൻ വരാം. അങ്ങനെ ഞാനൊരു കാർഡും വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന അണ്ണൻ്റെ ബൈക്കാണ്. അണ്ണൻ ഇവിടെ ഉണ്ടോ? ഇന്ന് പോയില്ലേ? അണ്ണൻ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അമ്മ ഇവിടെ എവിടെയെങ്കിലും കാണണമല്ലോ. ഞാൻ അവിടെയെല്ലാം നോക്കി, പക്ഷെ അമ്മയെ അവിടെയൊന്നും കണ്ടില്ല. ഞാൻ പതിയെ വീട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ട അനിയത്തി എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു, എവിടെ? വാങ്ങിച്ചോ? താ. ഞാൻ പറഞ്ഞു വാങ്ങിച്ചു, പക്ഷേ ഇത് തരണമെങ്കിൽ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ ഏട്ടാ, എനിക്ക് മനസ്സിലായി. അതൊക്കെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ പ്രശ്നം? അല്ല, നീ എന്തായാലും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അതിപ്പോൾ എത്ര പേർക്കാണെന്നൊന്നും എനിക്കറിയില്ല. അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ ഇതുവരെ നടന്നതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്നും അമ്മ അറിയില്ല. നീ വേണമെങ്കിൽ ഇനിയും അടിച്ചു പൊളിച്ച് നടന്നോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഒന്നും തലയിലാകാതെ നോക്കണം. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ കാര്യം പറ. നീ ഇത് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഒന്നുമില്ലെങ്കിൽ ഇനി മുതൽ എനിക്കും തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടും പറയില്ല. എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ ചെറു പുഞ്ചിരിയോടെ എൻ്റെ കയ്യിൽ നിന്നും കാർഡും വാങ്ങി അകത്തേക്ക് ഓടി. ആ കാഴ്ച കണ്ട് ഞാനാകെ നെട്ടി. ഇവൾക്ക് ഇതിനൊന്നും ഒരു കുഴപ്പവുമില്ലേ? ഞാനെന്തൊരു മണ്ടനാ! ഇതൊക്കെ കുറച്ച് നേരത്തെ നോക്കണമായിരുന്നു. അമ്മ എവിടെയെന്നറിയാൻ ഞാൻ അവിടെയെല്ലാം അമ്മയെ തിരക്കി. പക്ഷേ അമ്മ അവിടെയൊന്നും കാണുന്നില്ല. ഇനി അമ്മ കടയിലൊന്നും പോയതാണോ എന്നറിയാൻ ഞാൻ കടയിലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കി. അവിടെ വന്നിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. എനിക്കൊരു സംശയം, അണ്ണൻ്റെ ബൈക്ക് മുറ്റത്തുണ്ട്. ചിലപ്പോൾ അമ്മ അവരുടെ അടുത്ത് വല്ലതും പോയതാണെങ്കിലോ? ഞാൻ പുറത്തിറങ്ങി മുകളിലേക്ക് നോക്കി, പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നു. മുകളിലത്തെ ഞാൻ കണ്ടത് ഒരു ജനലിൻ്റെ ഗ്യാപ്പിലൂടെ അമ്മ എന്തോ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ അവിടെ തന്നെ ചുറ്റിലുമൊന്ന് നോക്കി. ഈ അമ്മ ഇതെന്തായി കാണിക്കുന്നത്? അവർ വല്ലതും കണ്ട മോശമല്ലേ? അമ്മയ്ക്കിതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? ഞാൻ ചെരുപ്പ് സ്റ്റെപ്പിലൂരി ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് കേട്ടതും അമ്മ നെട്ടി എന്നെ തിരിഞ്ഞു നോക്കി. എന്നെ കണ്ടതും അമ്മ ആകെ വല്ലാണ്ടായി. അമ്മ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ സ്റ്റെപ്പിൽ നിന്നും എന്നെ തള്ളി മാറ്റി താഴേക്ക് ഇറങ്ങിപ്പോയി. എന്താ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നെന്നറിയാൻ ഞാൻ പതിയെ ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. അമ്മ നോക്കിയ അതേ ഗ്യാപ്പിലൂടെ ഞാൻ നോക്കി. ആ കാഴ്ച കണ്ട് ഞാൻ നെട്ടിപ്പോയി. അണ്ണൻ വെച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദയയുമില്ലാത്ത മനുഷ്യൻ. മകൾ എന്തായാലും കോളേജ് കഴിഞ്ഞ് വന്നിട്ടില്ല.
മിക്കവാറും ആ സമയം നോക്കി കടയിൽ നിന്നും വന്നതാകും. പെട്ടെന്ന് മകൾ വലതും കയറി വന്നാൽ തീർന്നു. കിട്ടിയ അവസരത്തിൽ ചിലതൊക്കെ മനസ്സിൽ പതിപ്പിച്ച് ഞാൻ താഴേക്കിറങ്ങി. ഞാൻ നേരെ അമ്മയെ തിരക്കി കിച്ചണിലേക്ക് നടന്നു. കിച്ചണിലെ ഒരു മൂലയിൽ അമ്മ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായി. എന്നെ കണ്ട അമ്മ തല താഴ്ത്തി. അമ്മ ഇതെന്ത് പണിയായി കാണിച്ചേ? ആ ചേച്ചിയോ മകളോ വല്ലതും കണ്ടിരുന്നെങ്കിലോ? ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അമ്മയ്ക്ക് തീരെ ബോധമില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.